പറഞ്ഞു, ഞാൻ SFIക്കാരനാണെന്ന് പറഞ്ഞപ്പോഴും അന്ന് പറഞ്ഞു, ഓ ചോദിക്കേണ്ടത് കൊടിയേരിയെടുത്തും പിന്നെ ആരുടെ അടുത്തായിരുന്നു, നായനാർ, അവരുടെ അടുത്താണ് ചോദിക്കേണ്ടത്. അവർ രണ്ടുപേരും മരിച്ചല്ലോ, ഇനി ചോദിക്കേണ്ടത് MA ബേബിയോട് പോയി ചോദിക്കൂ, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഞാൻ കോളേജിൽ ഇരുന്നിട്ടുണ്ടോ എന്ന്. ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഒരുപാട് പേരുടെ വീട്ടിൽ പോകുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ ആ ലിസ്റ്റിൽ പറയും. കെ കരുണാകരൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ വീട്ടിലാണ് പ്രഭാതോത്സവം. സ്വാഭാവികമാണ്, പ്രഭാതോത്സവത്തിന് പ്രശ്നമൊന്നുമില്ല. അതെ, ഇനിയിപ്പോൾ രാഷ്ട്രീയമാനുണ്ടോ? ഇല്ല, എന്നെ നിങ്ങൾക്കറിയാമല്ലോ, അത്രയേ ഉള്ളൂ. ഞാൻ തൃപ്പൂണിത്തറയിലോ അതിൻ്റെ പ്രാന്തപ്രദേശത്തോ താമസിക്കുന്ന പ്രസന്ന ചേച്ചി, ലീഡറുമായിട്ടുള്ളതുപോലെ തന്നെ പ്രസന്ന ചേച്ചിയുമായിട്ട് എനിക്ക് ബന്ധമുള്ള ആ കുടുംബമായിട്ട്. ഡോക്ടർ വേണുഗോപാൽ ആണ് സത്യത്തിൽ എൻ്റെ പെണ്ണ് കാണലിനുള്ള പശ്ചാത്തലമൊക്കെ അദ്ദേഹത്തിൻ്റെ പെങ്ങളുമൊക്കെ ചേർന്നാണ് ഒരുക്കുന്നത്. തൃപ്പൂണിത്തറയിൽ അദ്ദേഹത്തിൻ്റെ വീടിനടുത്താണ് ഞാൻ പെണ്ണ് കണ്ടത്. അത് രാധികയുടെ അപ്പച്ചൻ്റെ വീട്ടിലാണ്. പക്ഷേ അന്നൊക്കെ മുതലേ ഉള്ള ബന്ധമാണ്. ആ ബന്ധം ഇങ്ങനെ തുടരും. ഇറ്റ്സ് നോൺ പൊളിറ്റിക്കൽ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെ അധികായനായ ഒരു കോൺഗ്രസ് നേതാവിനെ അർഹിക്കുന്ന പരിഗണന കോൺഗ്രസ് നൽകിയില്ല എന്ന് ഒരു അഭിപ്രായമുണ്ട്. ഇല്ല, ഞാൻ അങ്ങനൊന്നും ഇപ്പോൾ ഈ രാഷ്ട്രീയം ഇപ്പോൾ പറയാൻ പാടില്ല. പക്ഷേ കേരള ജനത അങ്ങനെ ഒരു ആദരവ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് പാർട്ടിക്കാരനായാലും അത് നൽകിയിരിക്കും. അതിന് പാർട്ടിയില്ല. മുൻകൈ എടുക്കുകയും ചെയ്യും. മുൻകൈ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ അതിൻ്റെ പാർട്ടിസിപ്പിളാവും, കെ കരുണാകരനെ പോലെ പാർട്ടിക്കിളും ആവും. കെ കരുണാകരനെ പോലെ കേരളത്തിലെ ഏറ്റവും ശക്തനായ കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവന്ന ഏറ്റവും വലിയ നേതാവായിരുന്നു അദ്ദേഹത്തിന്. ഈ കോൺഗ്രസ് വേണ്ടത്ര കോൺഗ്രസിനെ വളർത്തി എന്ന് പറയുന്നത് ആപേക്ഷിതമാണ്. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി കൂടെ നിന്ന് ജനങ്ങളുടെ സൗകര്യങ്ങൾ വളർത്തി, അതുകൊണ്ട് ആ പാർട്ടി വളർന്നു. അത് ആപേക്ഷിതമാണ്, അത് ട്രാൻസാക്ഷനാണ്. അദ്ദേഹം കേരള ജനതയ്ക്ക് വേണ്ടി നിന്നിട്ടുണ്ട്, സഖാവ് VK നായനാർ നിന്നതുപോലെ. ഈ കരുണാകരനോട് ആ ഒരു ഇത് തിരിച്ച് കോൺഗ്രസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അത് ഞാനല്ല പറയേണ്ടത്, അത് അവർ പറയട്ടെ. അവർ ഒരു ഇൻട്രോസ്പെക്ഷൻ, എന്താണ്, ഒരു ആത്മപരിശോധന നടത്തും. അല്ല, അങ്ങേപ്പോലെ ഒരു കെ കരുണാകരനോട് വളരെ വ്യക്തിബന്ധമുണ്ടായിരുന്ന ഒരാൾ, പൊതുവായി കാര്യങ്ങളെ വീക്ഷിക്കുന്ന ഒരാൾ, ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായ ഒരാൾ എന്ന രീതിയിലുള്ള സുരേഷ് ഗോപിയുടെ അഭിപ്രായം ചോദിക്കുന്നു. ഒരിക്കലും ഇല്ല. സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് അഭിപ്രായമുണ്ട്, അത് ഞാൻ എൻ്റെ കുടുംബ സർക്കിൾസിൽ പറയും. രാഷ്ട്രീയ സർക്കിൾസിൽ, രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന ഒരു കോണ്ടന്റിലും ഞാൻ ആ ഒരു കുടുംബപരമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറയേണ്ടതായ കാര്യങ്ങൾ പറയില്ല. ഇത്രയും അടുത്തുവരെ വന്നതല്ലേ, കരുണാകരൻ്റെ സ്മൃതി കുടീരത്തിലേക്ക് പോകുന്നുണ്ടോ? അല്ല, അത് എല്ലാവർക്കും സ്വീകാര്യമാവണം. ഞാനങ്ങനെ പെനട്രേറ്റ് ചെയ്യുന്ന ആളല്ല. അത് എൻ്റെ നേതാക്കൾ പറയട്ടെ. എൻ്റെ നേതാക്കൾ ആരാണെന്ന് അറിയാമല്ലോ, അവർ പറയട്ടെ. ആ അനുവാദത്തിന് കാത്തു നിൽക്കേണ്ടതില്ല. മഹാനായ ഒരു നേതാവാണ്, പൊയ്ക്കോളൂ എന്ന് അവർ പറയട്ടെ, ഞാൻ കേൾക്കാം, അനുസരിക്കും. ഈ കലാമണ്ഡലം ഗോപി ആശാൻ ഇന്നലെ കെ രാധാകൃഷ്ണൻ്റെ വോട്ട് തേടിയിട്ട് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം. ഒരു കലാകാരന് മേലെ രാഷ്ട്രീയ ലീജിയൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു രാഷ്ട്രീയ ചായ്വ് അല്ലെങ്കിൽ അടിയുറച്ചൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുക എന്നെല്ലാം പറയുന്നത് വ്യക്തിയുടെ, എന്ത് കലാകാരനായാലും എന്ത് രാഷ്ട്രീയക്കാരനായാലും അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അതല്ലേ ജനാധിപത്യത്തിൻ്റെ ഉത്തരവാദിത്വം. അത് അദ്ദേഹം നിർവഹിച്ചു, അത് ചെയ്തോട്ടെ, അതിനെന്താ. ഇനി കാണാൻ പോകുന്നുണ്ടോ ആളെ? അല്ല, അദ്ദേഹത്തിന് വൈമുഖ്യമൊന്നുമില്ല എങ്കിൽ അതിനും ഇതുപോലെ ഇനി ഉണ്ടാക്കിയില്ലെങ്കിൽ, കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ പോകും. എനിക്ക് അതിനെ ഒന്നും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കാണുന്നത് എനിക്കിഷ്ടമല്ല. ഇലക്ഷൻ അല്ലാത്ത സമയത്തും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, ഇല്ലേ? നിങ്ങളൊക്കെ കവർ ചെയ്തിട്ടില്ലേ? അത് ആ സ്നേഹം തന്നെയാണ്. ഇനി ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ലീല കുടുംബത്തിനോട് ചോദിക്കും, കൃഷ്ണനായർ അങ്കിൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഉടനെ ആൾക്കാർ പറയാം, അദ്ദേഹം ജീവിച്ചിരിപ്പില്ലല്ലോ. അപ്പോൾ പിന്നെ ഇത് തന്നെ പറഞ്ഞു, ഞാൻ SFIക്കാരനാണെന്ന് പറഞ്ഞപ്പോഴും അന്ന് പറഞ്ഞു, ഓ ചോദിക്കേണ്ടത് കൊടിയേരിയെടുത്തും പിന്നെ ആരുടെ അടുത്തായിരുന്നു, നായനാർ, അവരുടെ അടുത്താണ് ചോദിക്കേണ്ടത്. അവർ രണ്ടുപേരും മരിച്ചല്ലോ, ഇനി ചോദിക്കേണ്ടത് MA ബേബിയോട് പോയി ചോദിക്കൂ, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഞാൻ കോളേജിൽ ഇരുന്നിട്ടുണ്ടോ എന്ന്. ജീവിച്ചിരിപ്പുണ്ടല്ലോ, പോയി ചോദിക്കൂ. അപ്പോൾ ലീല കൃഷ്ണനായർ അദ്ദേഹത്തിൻ്റെ കുടുംബം ജീവിച്ചിരിപ്പുണ്ട്, അവരോട് പോയി ചോദിക്കൂ. ഇദ്ദേഹത്തിൻ്റെ പേരിൽ സ്വന്തം കാശ് ചെലവാക്കി കൃഷ്ണനായർ അങ്കിൾ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ച്
അതിന് കേരളത്തിലൊരു ഉദ്ഘാടനം വെച്ചപ്പോൾ അത് ചെയ്തത് ഞാനാണ്. ലീല കോവളത്ത് വെച്ചാണ് ചെയ്തത്. വലിയ ജനസഞ്ചയമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കുടുംബ സുഹൃത്തുക്കളും ലീല പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരും മലയാളികൾ ലീല കൃഷ്ണൻ നായരെ സ്നേഹിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വന്നു. ഗോപിയാശൻ്റെ കലയുമായി ബന്ധപ്പെട്ട ആൾക്കാർ വന്ന അന്ന് ഒരു രാഷ്ട്രീയക്കാരും ഇല്ലായിരുന്നു. ഞാനും രാഷ്ട്രീയക്കാരനായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അതിൻ്റെ തുടർച്ച ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹവും അതിനകത്ത് ആഗ്രഹം വേണ്ട, ഒരു സമ്മതം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകും. ഇല്ലെങ്കിലും ഞാൻ ആ സമർപ്പണം ചെയ്യും. ഗുരുവായൂരപ്പൻ്റെ ദീപസ്തംഭത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന പെട്ടിക്ക് മുകളിൽ ഞാൻ കൊണ്ടുചെന്ന് അദ്ദേഹത്തിനുള്ള മുണ്ടും നേരിയതും വെറ്റിലപ്പാക്കടക്കം ഗുരുദക്ഷിണയും വെച്ച് പ്രാർത്ഥിക്കും. ഇത് എൻ്റെ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വന്ന് ഒരു കലാകാരൻ ഗോപിയാശാനുള്ള ദക്ഷിണയാണെന്ന് പറഞ്ഞു വെച്ചിട്ട് ഒരു BJP പ്രവർത്തനമായതുകൊണ്ട് അങ്ങൊരു കലാകാരനാണ്. അത്തരത്തിലുള്ള അവഗണന ശരിയാണോ? എൻ്റെ വീട്ടിലേക്ക് പ്രശാന്ത് വന്നിട്ടില്ലേ വോട്ട് ചോദിച്ച്? ആരൊക്കെ വന്നിരിക്കുന്നു? വിജയകുമാർ സാർ വന്നിട്ടില്ലേ? ഇതെല്ലാം ഞാൻ BJP കാരനായതിന് ശേഷമാണ്. അവരെ ഞാൻ ചായയും ലഡുവും എല്ലാം കൊടുത്ത് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് അവർ പറയട്ടെ. എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാവരെയും സ്വീകരിച്ചിട്ടുണ്ട്. രാജഗോപാൽ സാറും വന്നിട്ടുണ്ട്, തുല്യ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അത് ഇനിയും ചെയ്യും. മുരളിച്ചേട്ടനും വന്നിട്ടുണ്ട്. പിന്നെന്ത് വേണം? അല്ല, അപ്പോൾ അത് സുരേഷ് ഗോപിക്ക് മാത്രം ഒരു അവഗണന ശരിയാണോ? അല്ല, ഞാൻ അവഗണനയായിട്ട് എടുക്കുന്നില്ല. അവരുടെ രാഷ്ട്രീയ ബാധ്യതയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എന്നോടുള്ള അവഗണനയല്ല. എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവരുടെ ഹൃദയത്തിനോട് പോയി ചോദിക്കുക. ആ സ്നേഹം ഞാൻ തൊട്ടറിഞ്ഞിട്ടുണ്ടല്ലോ. ഇതവരുടെ രാഷ്ട്രീയ ബാധ്യത മാത്രമാണ്. ഒരു കാര്യം കൂടി, നമ്മുടെ ബാലേട്ടൻ്റെ കുടുംബത്തിൽ വന്നു എന്ന് രാവിലെ കണ്ടു, കൂടിക്കാഴ്ച നടത്തി, എല്ലാ പിന്തുണയും നൽകാമെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല, വോട്ടും സംസാരിച്ചിട്ടില്ല. ഞാൻ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുമില്ല. ഭക്ഷണത്തിന് വിളിച്ചു, വന്നു, കഴിച്ചു, പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനൊരു രാഷ്ട്രീയ മാനം ആരും കാണേണ്ടതില്ല. ഇനി കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം, കണ്ടോളൂ. എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. പിന്തുണ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അവർ നിശ്ചയിച്ചോട്ടെ, അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ അഭ്യർത്ഥിച്ചിട്ടില്ല. യോഗ്യമെന്ന് തോന്നുന്നത് വ്യക്തികൾ ചെയ്യും. ആ വ്യക്തികളുടെ ബലത്തിലായിരിക്കണം ഞാൻ ജയിക്കുന്നത്. ഇതിനിടയിൽ ഒരു വിഷയം കൂടെ ഉണ്ടാകും. അതോടെ ട്രിവാൻഡ്രത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പോസ്റ്റിൽ ചാരിയുന്ന ഒരു 14-കാരനെ മർദ്ദിക്കുന്ന ഒരു വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ മാധ്യമ അല്ല, അതൊക്കെ നിങ്ങൾ അവിടെ പോയി അതിൻ്റെ സത്യം എന്താണെന്ന് അന്വേഷിക്കും. അങ്ങനെയുള്ള ഈ പോസ്റ്റ്, ഫേക്ക് പോസ്റ്റ്, അതിനെക്കുറിച്ചൊക്കെ ഒരു വാക്ക് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെ കടിച്ചു പോകാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ സുരേഷ് ഗോപി എന്ന പാർലമെൻറ്റിലേക്ക് പോകാൻ ഉദ്ദേശിച്ച് ഫീൽഡ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ് എന്താണെന്ന് പരിശോധിക്കൂ. ആ കാൻഡിഡേറ്റിന് എന്താണ് ജനസമ്മതി നേടിക്കഴിഞ്ഞാൽ എന്താണ് ആ ജനസമക്ഷം മുന്നോട്ട് വയ്ക്കാനുള്ള വാഗ്ദാനങ്ങളല്ല, ഉറപ്പുകൾ. അത് ഇതിനു മുമ്പ് അതുപോലെയുള്ള ഉറപ്പുകൾ പരിഗണിക്കപ്പെട്ടോ? പരിഗണിക്കപ്പെടാത്ത സാഹചര്യമുണ്ടെങ്കിൽ അതിൽ ഞാൻ എങ്ങനെ ഉയർന്ന് പ്രവർത്തിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു നടക്കുകയാണ്. അതിനെ നിങ്ങൾ വികസനമെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. അങ്ങനെ വിളിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ വിളിച്ചോളൂ. ഇല്ലെങ്കിൽ രാഷ്ട്രീയമെന്ന് വിളിച്ചോളൂ. അല്ലെങ്കിൽ ഇതെല്ലാം നടക്കാത്ത സ്വപ്നങ്ങൾ എന്നും വിളിച്ചോളൂ. അതെല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു ജനത എൻ്റെ മുന്നിലുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ അത് പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യമാണ്. പ്രധാനമന്ത്രിയായിട്ടല്ല വരുന്നത്, ഒരു പാർട്ടി പ്രവർത്തകനായിട്ട്. മെനിഞ്ഞാന്ന് ഇലക്ഷൻ കോഡ് വന്നതിന് ശേഷമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ്റെ തൻ്റെ പാർട്ടിക്ക് വേണ്ടിയുള്ള കരുത്ത്, അദ്ദേഹം അതേ പാർട്ടിയുടെ ബലത്തിൽ ഒരു പ്രധാനമന്ത്രിയായി നിർവഹണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ബലം അത് ലോകം മുഴുവൻ നൽകിയ ബലമാണ്. അത് പാർട്ടി അണികൾക്ക് തന്നെ, മറ്റ് കാൻഡിഡേറ്റ്സിന്, മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസിലെ സമ്മതിദായകർക്ക് ആ ഊർജം പകർന്ന് നൽകാൻ, അതിന് വരാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. നിങ്ങളിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കരുത്, എത്ര തവണ വന്നു എന്ന് എണ്ണിക്കൊണ്ടിരിക്കരുത്. അറിയത്തില്ല, ഇല്ല, എന്താണെന്നറിയാം. അദ്ദേഹം അതിനുള്ള സമയം കൂടി കണ്ണൂരോ കോഴിക്കോടോ കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കൂ.
ഞാനങ്ങനെ ഒരു എന്താ, അദ്ദേഹം 3 പ്രാവശ്യം കേരളത്തിൽ വന്നപ്പോഴും തൃശ്ശൂരിൻ്റെ എഡ്ജ് വരെ പോയിട്ടുണ്ട് ഒരു തവണ. 2 തവണ പിന്നീടും അദ്ദേഹം വന്നു. അതിനപ്പുറം ഞാൻ മോഹിക്കാൻ പാടില്ല, അപേക്ഷിക്കാനും പാടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വരുന്നെങ്കിൽ വരട്ടെ. അതല്ല, അദ്ദേഹത്തിന് എത്ര സ്ഥലത്ത് പോകണം അല്ലേ? 543 മണ്ഡലങ്ങളാണുള്ളത്. ഇനി മണ്ഡലങ്ങളല്ലാത്ത പ്രദേശങ്ങളിലും പോകണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാധീനമില്ലാത്ത പ്രദേശങ്ങളിലും പോകണം. അങ്ങനല്ലേ 282 നിന്ന് 303 പിന്നെ 400 പാർ എന്ന് പറയുന്ന ഒരു ഉദ്ദേശം നടപ്പിലാവണമെങ്കിൽ അദ്ദേഹം അത് ചെയ്തല്ലേ പറ്റൂ.